ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ട് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനം ആയതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഉടനല്ലൂർ ഭാഗത്തേക്ക് സംഘടിപ്പിച്ച സൈക്കിൾ റാലി പുതുപ്പള്ളിയിലെ നികുതിയായ എല്ലാ ജനങ്ങളെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ സാബു കെ എം മാത്യു നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എം സാബു മാത്യു IPS അവர்கள் പ്രതിജ്ഞ ശ്രീ ബിജു KSR DSP നാർക്കോട്ടിക്സ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവി നടത്തുന്ന സൈക്കിൾ റാലിയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് 9 മണിയോടുകൂടി പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. ലഹരി സമൂഹത്തിന് വലിയ ഭീഷണിയാണ്. നമ്മുടെ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക എന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ലഹരി വേണ്ട ജീവിതം മതി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി എല്ലാ ജനങ്ങളെയും പങ്കാളിയാകാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കൊന്നിക്കാം, ലഹരിക്കെതിരെ കൈകോർക്കാം, സുരക്ഷിതമായ ഒരു നല്ല നാളേക്ക് വാർത്തെടുക്കാം എന്ന പ്രഖ്യാപനമായി കോട്ടയം ജില്ലാ പോലീസ്. ഹലോ, എല്ലാ കുട്ടികളും സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് അറ്റൻഷൻ പറ്റുന്നില്ല. എല്ലാ കുട്ടികളും സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച്. നിങ്ങൾ ഏത് സ്കൂളിലെയാ? ഡോൺ ബോസ്കോ പുതുപ്പള്ളി. വേറെ സ്കൂളിലെ പിള്ളേരുണ്ടോ? ഹായ് ഹായ് നമസ്കാരം. ഹായ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരു ലഹരിവിരുദ്ധ പ്രതിജ്ഞയുണ്ട്. പ്രതിജ്ഞ ചെല്ലിയതിനു ശേഷം എല്ലാവരും സൈക്കിളിൽ കയറുക. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയറാണോ? പ്രതിജ്ഞ ചെല്ലിയതിനു ശേഷം മാത്രം എല്ലാവരും സൈക്കിൾ കയറുക. ഒന്ന് പറയാം പ്രോഗ്രാമിന്റെ കാര്യം. അല്ല, ഇതിന്റെ ഡീറ്റെയിൽ ഇപ്പോഴത്തെ ഇതൊന്ന് പറഞ്ഞാൽ. സാറോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ചുമതല വഹിക്കുന്നത് KR ബിജു സാറാണ്. നാർക്കോട്ടിക്സിൽ DYSP അല്ലേ? അദ്ദേഹത്തിനാണ് ഈ പ്രോഗ്രാമിന്റെ ചുമതല. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനവും. പുതുപ്പള്ളിപ്പള്ളിയുടെ വാതിൽ കൊണ്ട് തീരും അല്ല? പുതുപ്പള്ളി കവലയിൽ നിന്ന് ആരംഭിച്ച്
പുതുപ്പള്ളി പള്ളിയുടെ വാതിൽ വരെയാണ്. നാർക്കോ ഫണ്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനവും ആയതിന്റെ മുന്നോടിയായി കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരം ജംഗ്ഷൻ വരെ ഒരു കൂട്ടം തൂഫാൻ വാരിയേഴ്സ് സൈക്കിൾ റാലി നടത്തുന്നു. ആയതിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ KM സാബു മാത്യു IPS അവരുടെ ഈ സംരംഭം വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സിംഗത്തിന്റെ ഭാഷയിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഫണ്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. ആയതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ KM മാത്യു IPS അവരുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ KM മാത്യു IPS അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓപ്പറേഷൻ തൂഫാൻ നമുക്കറിയാം കേരളത്തിൽ ഒരു തരംഗമായി മാറിയിട്ടുണ്ട്. മദ്യത്തിന് മയക്കുമരുന്നിലുള്ള ശക്തമായ നടപടിയാണ് ബഹുമാനപ്പെട്ട സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസുകൾ ഇന്നലെ വരെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ 250ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം. അതുപോലെ സംസ്ഥാനാകമാനം വളരെയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം അഫക്റ്റഡ് ആൾക്കാരെ DRG സെന്ററിലേക്ക് വിടുന്ന സംവിധാനവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ സമൂഹത്തിൽ നിന്നും ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായിട്ടും ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരുന്ന കഞ്ചാവിന്റെയും അതുപോലെ തന്നെ മറ്റ് മെത്തഫൈൻഫെറ്റിൻ പോലെയുള്ള MDMA പോലുള്ള മയക്കുമരുന്നിന്റെയും വരവ് നിയന്ത്രിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. പോലീസ് 100% ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങളിൽ വളരെയധികം ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നു. സ്കൂൾ കോളേജ് തലങ്ങളിലെ കുട്ടികളുടെ സപ്പോർട്ട് കിട്ടുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് പല ഡിപ്പാർട്ട്മെന്റിന്റെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു വൻ വിജയമാക്കി മാറ്റാൻ ജനങ്ങളുടെ എല്ലാം സഹകരണം നമുക്ക് ആവശ്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ സൈക്കിൾ റാലി ഇവിടെ ഉദ്ഘാടനം നടത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. ജയ്ഹിന്ദ്. ഈ ചടങ്ങിലേക്ക് തൂഫാൻ വാരിയേഴ്സിന് എല്ലാവർക്കും ഒരു പ്ലെഡ്ജ് ചൊല്ലിച്ചൊടുക്കുന്നതിനായി നമ്മൾ ബഹുമാനായ നാർക്കോട്ടിക്സ് DSP ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ആ കുട്ടികളെല്ലാവരും ഈ പറയുന്നത് ശ്രദ്ധയോട് കൂടി കേട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി സ്പഷ്ടമായിട്ട് ഉറക്കെ ഏറ്റുചൊല്ലുക. കൈ ഉയർത്തി പിടിച്ചിട്ട് ചൊല്ലുക. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ
തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഈ ചടങ്ങ് എല്ലാവരും സൈക്കിളിലേക്ക് ഇറങ്ങുക. നമ്മുടെ ബഹുമാനായ ജില്ലാ പോലീസ് മേധാവി ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോലീസിന്റെ പൈലറ്റ് വാഹനം ഉണ്ടാവും. അതിന്റെ പുറകെ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് സൈക്കിൾ കൊണ്ടി പോകണം. ഈ സൈക്കിൾ തമ്മിൽ കൂട്ടിമുട്ടരുത്, വളരെ സാവധാനം പോയാൽ മതി. ഇതൊരു മത്സരമല്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടി തമ്മിലിടിക്കാതെ ശ്രദ്ധയോടുകൂടി പോകണം. മുന്നിൽ പോലീസ് വാഹനമുണ്ട്, അതിന്റെ പുറകിൽ സാവധാനം പോയാൽ മതി.
ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവി നേതൃത്വം കൊടുക്കുന്ന സൈക്കിൾ റാലിയാണ് ഇന്ന് പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ വിളിച്ചേക്കോ, അവരെ വിളിക്കോ. ഇത് ഇവിടുത്തെ ചാനൽ പുതുപ്പള്ളി ടുഡേ ലൈവ് 9471. ഒരു 10 മിനിറ്റ് ഫ്ലാഷ് മോബ് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ഫ്ലാഷ് മോബ് 10 മിനിറ്റ് നടത്തിയിട്ടുണ്ട്. നിങ്ങള് എവിടെ കാരിത്താസാ? ഇന്നലെ കോട്ടയത്ത് എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നോ? എത്ര പേരുണ്ട് നിങ്ങൾ മൊത്തം? ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ആശംസ നേരുവാനായി പുതുപ്പള്ളിപ്പള്ളിയിലെ ഓറൽ ഫാദർ ആൻഡ്രസ് ജോൺ അച്ഛനെ വിളിച്ചുകൊടുക്കും. പള്ളിയുടെ ഫാദർ വരുന്നത് നല്ലൊരു കവറയാണ്. ഒരു ഫ്ലാഷ് മോബ് നമ്മുടെ കാലിക്കറ്റ് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ആയത് കാണുവാനായി പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ പുതുപ്പള്ളി ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി
നമ്മുടെ സൈക്കിൾ റാലിക്ക് ആശംസ നേരുവാനായി നമ്മുടെ പുതുപ്പള്ളി പള്ളി അവർ ഫാദർ ആംഗോസ്റ്റ് ജോൺ അച്ഛനെ സ്നേഹത്തിന്റെ ഭാഷയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കേരളത്തിന്റെ സർക്കാർ ഈ കേരള മണ്ണിൽ ലഹരി ഉപയോഗിച്ച് ഒരു കുഞ്ഞുപോലും മരണത്തിന് വിധേയരാകരുത്, ഒരു ഭവനത്തിലും തങ്ങളുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയായി അതിന്റെ കണ്ണുനീർ വീഴരുത് എന്നുള്ള വലിയ ആശയത്തോടെ നടത്തപ്പെടുന്ന ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സംഘടിപ്പിക്കുന്ന ഈ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇതിന്റെ മെസ്സേജ് എത്തുവാൻ ഈ രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പിഞ്ചോമനകൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് യുവാക്കളെയാണ് ഇത് ലക്ഷ്യമിടുന്നെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന ഞെട്ടിക്കുന്നതാണ്. മിഠായികളിൽ കൂടി പോലും കുഞ്ഞുമക്കളെ സ്വാധീനിക്കുവാൻ കഴിവുള്ളവരായി ഇന്ന് അന്താരാഷ്ട്ര മാഫിയ വളരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുമക്കളെ രക്ഷിക്കുവാൻ ഈ പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്ന എല്ലാ സേവനത്തെയും നന്ദിയോടെ ഓർക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പോലീസ് മേധാവി ശ്രീ സാബു മാത്യു IPS അവറുകൾ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും പുതുപ്പള്ളി വലിയ പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയുടെ മണ്ണിലേക്ക് ഇത് കടന്നു വന്നതിനുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. Thank you, Father. നമ്മുടെ കാരിത്താസിലെ നഴ്സിംഗ് കുട്ടികൾ ഒരു ഫ്ലാഷ് മോഡർക്കാണ്. എല്ലാവരും അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഈ ലഹരിക്ക് സന്ദേശം നൽകിയ നമ്മുടെ പുതുപ്പള്ളിയിലെ അച്ഛനെ അവർ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളുടെ തിരക്കുകളിൽ നിന്ന് ഒരല്പം ശ്രദ്ധ നിങ്ങളിലേക്ക് കടന്നു തരുമല്ലോ. നാം ജീവിക്കുന്നത് വസന്തങ്ങൾ വിരിയേണ്ട ഒരു ലോകത്താണ്. സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കേണ്ട ഒരു പ്രായത്തിലാണ്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള വസന്തങ്ങളെ കരിയിച്ചു കളയുന്ന, സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞു വീഴ്ത്തുന്ന ഒരു കരിനിഴൽ ഇന്ന് ഈ മണ്ണിൽ പടരുകയാണ്. അതാണ് ലഹരി. ലഹരിയുടെ ഓരോ തുള്ളിയിലും ഓരോ പുകച്ചുരുളിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരു തലമുറയുടെ കണ്ണീരാണ്. തകർന്നുപോയ മാതാപിതാക്കളുടെ നെഞ്ചിരുകിയ പ്രാർത്ഥനകളാണ്. ഒടുങ്ങിപ്പോയ എത്രയോ നല്ല നാളുകളാണ്. ലഹരിയുടെ തടവറകളിലല്ല, സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളിലാണ് നമ്മുടെ യുവത്വം പടർന്നു എഴുതേണ്ടത്. അതുകൊണ്ട് ബോധവൽക്കരണത്തിന്റെ വരികളിലൂടെ, ചിന്തയുടെ ഈ ചുവടുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരു ചെറുത്തുനിൽപ്പ് തീർക്കുകയാണ്. ഇതാ നല്ല നാളേക്കായുള്ള കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് സംഘടിപ്പിക്കുന്ന ഫ്ലാഷ് മോബ്. ഞങ്ങൾ തുടങ്ങട്ടെ. രസലഹരിയോട് നോ പറഞ്ഞുകൊണ്ട്, ജീവിത ലഹരിയോട് യെസ് പറഞ്ഞുകൊണ്ട്. Thank you.
ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന ഈ തൂഫാൻ വാരിയേഴ്സിന്റെ എല്ലാവർക്കും കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ചേർത്ത് നയിക്കുന്നതാണ്. ഫ്ലാഷ് മോബ് ചെയ്ത ടീംസൂടെ എല്ലാവരും വന്നിരിക്കണേ. സംഘാടകൻ ജോർജ് സ്റ്റേജിലേക്ക് വന്നാണ്. നമ്മുടെ ഇന്ന് ഈ പരിപാടിയിൽ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത് നമ്മുടെ ഡോൺ ബോസ്കോ പുതുപ്പള്ളി ഡോൺ ബോസ്കോയിലെ കുട്ടികളാണ്. അവർക്ക് അതിന്റെ വേണ്ട അനുമോദനം അവരെ അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച കാർത്താസിലെ നേഷൻ സ്കൂളിലെ പിള്ളേരാണ്. അവർ കോളേജിലെ അവർക്ക് അതിന്റെ വാരിയേഴ്സിനുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് കാണിക്കുന്ന എല്ലാവരും ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാവരും ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് അണിചേർന്ന് നിൽക്കണേ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇന്ന് സംഘടിപ്പിച്ച് വന്ന ചാനലിന്റെ പ്രതിനിധികളെ, ക്യാമറമാരെ, ഇതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത ആൾക്കാരെ, രാഗ സൗണ്ട്, അവർക്കും എല്ലാവർക്കും ഇതിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ടാബിൾ അവതരിപ്പിച്ചത് ഹോളി ഫാമിലി സ്കൂളിലേക്കുള്ള കുട്ടികളാണ്. അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഈ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഓർമ്മിക്കണം. എല്ലാവരും ഈ തണൽ ഏരിയയിലേക്ക് അങ്ങോട്ട് മാറിയിക്കുക, തണൽ ഏരിയയിലേക്ക് മാറിയിക്കുക ഫുഡ് കഴിക്കണം. കോട്ടയം ജില്ലാ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതുപ്പള്ളി കവലയിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയുടെ മൈതാനത്തേക്ക് നടത്തിയ സൈക്കിൾ റാലി സമാപിക്കുകയാണ്. പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ചെറിയ ഒരു ലഘുഭക്ഷണം ഇവർ കരുതിയിട്ടുണ്ട്. അതിന്റെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. Aşık
ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോടൊപ്പം കോട്ടയം പോലീസ് അടക്കമുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കാളികളാണ്. അതോടൊപ്പം തന്നെ അവർ പൊതുജനങ്ങളുടെ സേവനങ്ങളും അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു പോരാട്ടത്തിൽ അവരോടൊപ്പം അണിചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ്.